Python Bootcamp in the first video we will discuss Windows 10 or Windows 11 system Python Pycharm IDE install ഏതൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആയാലും നമ്മൾ ചെയ്യുന്ന കാര്യം കോഡ് എഴുതുക എന്നുള്ളതാണ്. കോഡ് എഴുതാൻ വേണ്ടി നമുക്ക് നോട്ട്പാഡ് പോലെയുള്ള ഏതെങ്കിലും ഒരു ടെക്സ്റ്റ് എഡിറ്റർ ഉപയോഗിക്കാം. ഇവിടെ ഞാൻ നോട്ട്പാഡ് ഓപ്പൺ ചെയ്തിട്ട് സിമ്പിൾ ആയിട്ടുള്ള ഒരു പൈത്തൺ കോഡ് എഴുതാൻ പോവാണ്. അത് 2 നമ്പർ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കോഡ് 2+3. ഈ 2+3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈത്തണിൽ വാലിഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതായത് ഈ 2+3 എന്ന് പറഞ്ഞിട്ടുള്ള പൈത്തൺ കോഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് ആയിട്ടുള്ള 5 നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് കിട്ടും. പക്ഷെ നമ്മൾ എഴുതിയ ഈ കോഡ് വർക്ക് ചെയ്യുന്നില്ല. അതായത് ഈ 2+3യുടെ മീനിങ് എന്താണെന്ന് കമ്പ്യൂട്ടറിന് മനസ്സിലായിട്ടില്ല. സോ നമ്മൾ എഴുതുന്ന പൈത്തൺ കോഡിനെ ഇൻ്റർപ്രറ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ കമ്പ്യൂട്ടറിൽ നമ്മൾ പൈത്തൺ ഇൻ്റർപ്രറ്റർ ഇൻസ്റ്റാൾ ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ ഗൂഗിളിൽ പൈത്തൺ ഡൗൺലോഡ് എന്ന് സെർച്ച് ചെയ്യാം. സെർച്ച് റിസൾട്ട്സിലെ ഈ ഫസ്റ്റ് വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യാം. ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ലേറ്റസ്റ്റ് വേർഷൻ എന്ന് പറയുന്നത് പൈത്തൺ 3.10.0 ആണ്. സോ നമുക്കത് ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ആയതിനു ശേഷം ആ ഫയൽ ഓപ്പൺ ചെയ്യാം. ഇൻസ്റ്റാൾ നൗ കൊടുക്കുന്നതിന് മുന്നേ താഴെയുള്ള ആഡ് പൈത്തൺ ടു പാത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ചെക്ക് ബോക്സ് ടിക്ക് ചെയ്തതിന് ശേഷം ഇൻസ്റ്റാൾ നൗ കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടറിൽ പൈത്തൺ ഇൻ്റർപ്രറ്റർ ഇൻസ്റ്റാൾ ആയി. നമ്മൾ സ്റ്റാർട്ട് മെനുവിൽ പൈത്തൺ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു പ്രോഗ്രാം കാണാം. ഓപ്പൺ ആയിട്ട് വരുന്ന ഈ പ്രോംപ്റ്റിൽ നമുക്ക് പൈത്തൺ കോഡുകൾ റൺ ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ 5+4 എന്നുള്ള കോഡ് നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് ആയിട്ടുള്ള 9 എന്നുള്ളത് നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. ഇനി നമ്മൾ കുറച്ചും കൂടിയും വലിയ പ്രോഗ്രാംസ് ചെയ്യുമ്പോൾ, ഒരുപാട് ഫയൽസ് ഉള്ള, ഒരുപാട് ലൈൻസ് ഓഫ് കോഡുള്ള വലിയ പ്രോഗ്രാമുകൾ ചെയ്യുമ്പോൾ നമുക്ക് കോഡ് മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ടും എറേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വേഗം മനസ്സിലാക്കാനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് IDE എന്ന് പറഞ്ഞിട്ടുള്ള വേറൊരു സോഫ്റ്റ്വെയർ ഉപയോഗിക്കാം. IDE എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് എൻവയറൺമെൻറ്റ്. പൈത്തണ് ഒരുപാട് IDEs അവൈലബിൾ ആണ്. പോപ്പുലർ ആയിട്ടുള്ള ഒരു പൈത്തൺ IDE ആണ് പൈച്ചാം എന്ന് പറയുന്നത്. പൈച്ചാം ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി ഗൂഗിളിൽ പൈച്ചാം ഡൗൺലോഡ് എന്ന് സെർച്ച് ചെയ്യുക. സെർച്ച് റിസൾട്ട്സിലെ ഫസ്റ്റ് വെബ് പേജ് ഓപ്പൺ ചെയ്യാം. പൈച്ചാമിൻ്റെ 2 വേർഷൻസ് അവൈലബിൾ ആണ്. പ്രൊഫഷണൽ വേർഷനും കമ്മ്യൂണിറ്റി വേർഷനും. കമ്മ്യൂണിറ്റി വേർഷനാണ് ഫ്രീ ആയിട്ടുള്ള വേർഷൻ. സോ കമ്മ്യൂണിറ്റി വേർഷൻ ഡൗൺലോഡ് ചെയ്യാം. സെറ്റപ്പ് ഫയൽ ഡൗൺലോഡ് ആയതിനു ശേഷം അത് ഓപ്പൺ ചെയ്യുക. ഡിഫോൾട്ട് ആയിട്ടുള്ള ഓപ്ഷൻസ് എല്ലാം കീപ്പ് ചെയ്ത് നെക്സ്റ്റ് കൊടുത്ത് ഇൻസ്റ്റാൾ ചെയ്യാം. ഇപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടറിൽ പൈച്ചാം IDE നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തു. സോ നെക്സ്റ്റ് വീഡിയോയിൽ എങ്ങനെയാണ് പൈച്ചാം യൂസ് ചെയ്ത് നമ്മുടെ ഫസ്റ്റ് പൈത്തൺ പ്രോഗ്രാം എഴുതാം എന്ന് നോക്കാം.